ഇത് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കാം. പെട്ടെന്നുണ്ടാക്കാം, കുക്കറിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ മിക്കവാറും കുക്കറിലുണ്ടാക്കുന്ന സാധനങ്ങളാണ് പരീക്ഷിച്ച് നോക്കാറുള്ളത്. ഇവിടെ വേറെ ഗ്യാസിലാണ് ഞാൻ മിക്കവാറും ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ അടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തീരുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കുക, കുക്കർ വയ്ക്കുക. ഞാൻ ഭയങ്കര കുക്കൊന്നുമല്ല കേട്ടോ. ഞാനും ഇതേപോലെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ ട്രൈ ചെയ്ത് ശരിയായ റെസിപ്പീസ് എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ അവതരിപ്പിക്കുന്നത്. ഇത് നോക്കിയപ്പോഴത്തേക്ക് വളരെ പെട്ടെന്നാവുന്നുണ്ട്. ആദ്യം ഒരു തവണ എനിക്ക് അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തീയൊക്കെ കൂട്ടിയിട്ടിട്ട് പെട്ടെന്നാവട്ടെ എന്നൊക്കെ വിചാരിച്ച് ചെയ്തത്. ഇപ്പം പിന്നെ അങ്ങനെയില്ല. ഞാൻ ഒന്ന് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ മുളക് പൊടി ഇതിലുള്ള മസാലകളെല്ലാം കൂടെ ഇട്ട് ചെയ്ത് നോക്കി. പക്ഷേ അപ്പോഴും എനിക്ക് ഫ്ലോപ്പായിരുന്നു. എല്ലാം കൂടെ അടിയിൽ കരിഞ്ഞു പിടിച്ചു. പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാൻ പോകാൻ. നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ്. പിന്നെ വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് കുറച്ച് സവാള, ഞാനിവിടെ ഒരു 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. ഇതിട്ടിട്ട് ഒട്ടും തീരുന്നില്ലല്ലോ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഈ ഫ്ലെയിമിലല്ലോ അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇനി ഞാനൊരു 2 വിസിൽ കേൾക്കുമ്പോഴാണ് എടുക്കുന്നത്. നോക്കാം. ഇതിൽ വിസിൽ കേൾക്കുന്ന സമയം കൊണ്ട് ഇന്ന് ചപ്പാത്തിയാണേ. ചപ്പാത്തിയെ ഒന്ന് ഉരുട്ടി വയ്ക്കാം. ഇതാ വരുന്നു. ഇവിടെ 2 പേർക്കും, അതായത് 4 പേരുള്ളതിൽ 4 പേർക്കും 2 ഇഷ്ടങ്ങളാണ്. എനിക്കും ശ്രീനിധിക്കും ചപ്പാത്തിയാണ് ഇഷ്ടം. ശ്രീബായിക്കും ചേട്ടനും പൂരിയാണ് ഇഷ്ടം. അല്ലേ ശ്രീബയ്യ? ഇനി സ്റ്റവ് ഓഫ് ചെയ്യാമേ. അതിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. ഞാനല്ലെങ്കിൽ ചെയ്യുന്നത് നേരെ തന്നെ ഇപ്പം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചില്ലേ കുക്കറിൽ, അപ്പം തന്നെ കടുകും ഒക്കെ അപ്പോഴും എണ്ണ ഇടുന്നത്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചീനച്ചട്ടിയിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കണേ. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഇതങ്ങ് ഒഴിവാക്കുന്നതാണ്. ആദ്യം തന്നെ കുക്കറിൽ എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് അങ്ങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കടുക് പൊട്ടാൻ വേണ്ടി മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. മരുന്നെടുത്ത് കഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. കണ്ടോ? കാണാമോ? ഇത് നല്ലോണം വെന്ത് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ചെയ്തേ. പക്ഷേ ഇപ്പോൾ കണ്ടോ, ഉള്ളിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി നന്നായിട്ട് കുഴഞ്ഞ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനി ചീനച്ചട്ടിയിലോട്ട് തട്ടാം. ഇതിലേക്കിനി നമുക്ക് മസാലപ്പൊടികളെല്ലാം തട്ടിക്കൊടുക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഞാനിവിടെ എരി അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ പിള്ളേർ കഴിക്കാൻ ചാൻസ് കുറവാണ് എരി കൂടുമ്പോഴത്തേക്കും.
ഇരിക്കണമെന്ന് പറയും. അതുകൊണ്ട് മിക്ക കറികളിലും എരി വളരെ കുറവായിരിക്കാം. പിന്നെ ചിക്കൻ, പോർക്ക്, ബീഫ് അങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് എരി കൂട്ടിയിടുള്ളൂ. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മസാലയും കൂടെ തട്ടി കൊടുക്കാവേ. ഇത് ഞാൻ വാങ്ങിച്ച മസാലയാണ്, പൊടിക്കാനിരിക്കുന്നു, ഞാനിതുവരെ പൊടിച്ചില്ല. ഇനി ഇതിലേക്ക് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അവരെല്ലാവരും കൂടെ അവിടെ കിടന്ന് കമ്പനി ആവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കി നോക്കാം. ഇത് ഇങ്ങനെ മതി എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. കുറച്ച് ഗ്രേവിയും കൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ലേശം കൂടെ വേണം. എരി കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. നമുക്ക് കുഴപ്പമില്ല, പിള്ളേർക്ക്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അവർക്കിഷ്ടമുള്ള കറികളാണെങ്കിൽ അവരെത്ര എരി ഉണ്ടെങ്കിലും കഴിക്കും. ചിക്കനോ അപ്പോൾ അല്ലെങ്കിൽ മാങ്ങ അച്ചാർ അതൊക്കെ ആണെങ്കിൽ അവർക്ക് എത്ര എരിയായിരുന്നാലും കുഴപ്പമില്ല. അല്ലാതെ അവർക്ക് ഇഷ്ടമില്ലാത്ത കറിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അയ്യോ എരി കൂടിപ്പോയി എന്ന് പറയും. ഇനി ഇത് വാങ്ങാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതങ്ങ് വാങ്ങി വയ്ക്കാം. ഞാൻ തീ ഓഫ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും വേറെ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ബൈ.